നിഷാദ് സർ വെരി റീസെൻ്റ്ലി മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് റിസീവ് ചെയ്തിരുന്നു. എന്തായിരുന്നു അത് ആൻഡ് വാട്ട് ഡിഡ് യു ഫീൽ അവാർഡ് കിട്ടിയപ്പോൾ? വളരെ അഭിമാനം തോന്നിയിട്ടുള്ള ഒരു നിമിഷങ്ങളായിരുന്നു അത്. കാരണം ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് കേരളത്തിൽ തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോവുക, അത് വിജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ജോയ് ആലുക്കാസ് കഴിഞ്ഞ ദിവസം പറയുണ്ടായി, കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു വ്യവസായം തുടങ്ങി വിജയിപ്പിക്കുക എന്നുള്ളത് വലിയ ടഫുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 120ഓളം ജ്വല്ലറീസ് ഓൾറെഡി ജോയ് ആലുക്കാസിനുണ്ട്. പക്ഷേ 20 താഴെ മാത്രമേ കേരളത്തിലുള്ളൂ. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വ്യവസായങ്ങൾ എങ്ങനെ നിരുത്സാഹപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ആളുകളാണെന്ന് പറയണത്. എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ അത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഇൻഡസ്ട്രീസിലായിരുന്നായിരിക്കും ഒരു പക്ഷേ എനിക്കത് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ആളുകൾ പഴയ എന്തോ ഒരു സ്കാം നടന്നിട്ടുണ്ട് അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും സധൈര്യം മുന്നോട്ട് പോയി. കാരണം ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, അതൊരുപാട് ജനങ്ങൾക്ക് ഗുണമുള്ളതാണ്. പക്ഷെ എനിക്കറിയാം ഇത്രയും നല്ലൊരു ഐഡിയ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം എടുക്കുമ്പോൾ ഒരു പക്ഷേ പലരും അതിനെ എതിർത്തേക്കാം. പക്ഷേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവാർഡ്. അപ്പോൾ അത് ഓൾറെഡി വലിയ രീതിയിൽ തന്നെ എൻ്റെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ്, അതോടൊപ്പം തന്നെ അഭിമാനപൂർവ്വ കാര്യം തന്നെയാണ്. സാർ ബേസിക്കലി ഒരു ബിസിനസ്മാൻ ആണ് ആൻഡ് യു ഡോണ്ട് പ്രിഫർ ടു ഹാവ് എ 9 to 5 ജോബ്. എന്തുകൊണ്ടാണ് ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നതിന് പകരം പണത്തെ ജോലി ചെയ്യിപ്പിച്ച് ജീവിക്കാനുള്ളൊരു ഡിസിഷൻ വന്നത്? അതായത് എൻ്റെ ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഫാദർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കാര്യം നടക്കുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ജോലിയും ബിസിനസ്സും രണ്ടാണ്. അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയും നമ്മുടെ സമയം കൊടുത്താൽ അതിന് തിരികെ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഇൻകം. ഒരു പൈസ കിട്ടുന്നു, വരുമാനം കിട്ടുന്നു, സാലറി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരു ഓണ്ടർപ്രണർ, അത് ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരന് കിട്ടുന്നത്, ആ ബിസിനസ്സുകാരന് കയ്യിൽ കുറച്ച് പൈസയും സ്കില്ലും ഉണ്ടെങ്കിൽ മറ്റുള്ള ആളുകളുടെ സമയവും അവരുടെ എനർജിയും നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് പൈസ കൊടുത്ത് അവരുടെ സമയവും എനർജി മേടിക്കാൻ സാധിച്ചാൽ നമ്മൾ കിട്ടുന്ന സാധനത്തിൻ്റെ പേര് ലിവറേജ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് എടുക്കേണ്ട, ഈ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുത്താൽ മതി മറ്റുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള. അപ്പം ഞാൻ ചിന്തിച്ചത്, ഒരുപാട് പേരെ ജോലിക്ക് വെച്ചുകൊണ്ട് അവർക്കൊരു ഇൻകം കൊടുത്തുകൊണ്ട് എനിക്ക് എങ്ങനെ സമ്പന്നനാകാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ജോലി ചെയ്യുന്നവരൊന്നും സമ്പന്നന്മാരാവില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലുലു, റിലയൻസ്, ഇങ്ങനെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഇവിടെ എൻ്റെ അറിവിൽ ലുലുവിൽ